ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇപ്പോൾ ഇസ്രയേലും പലസ്തീനും തമ്മിൽ തുടങ്ങിയ യുദ്ധമാണെങ്കിലും ഇപ്പോൾ അത് ഒരു ലോക രാജ്യങ്ങൾ മുഴുവനും ഏറ്റെടുക്കുന്ന രൂപത്തിലെ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കാണ് പോകുന്നത് എന്നാണ് പറയപ്പെടുന്നത്. രാജഗോപാൽ അയ്യപ്പാത്ത്, താങ്ക് യു. ഹായ്, നമ്മുടെ ഫാമിലി മെമ്പർ കൂടിയാണ്. ബിജു, ഹായ്. അപ്പോൾ ഇത് ഹമാസ് ആദ്യം ഇസ്രായേലിലേക്ക് ഇടിച്ചു കയറി ഇസ്രായേലരെ ആക്രമിക്കുന്നു. ആലോചിക്കണം, നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ചുമ്മാ ഇരിക്കുമ്പോൾ എല്ലിൻ്റെ ഇടയ്ക്ക് വറ്റുകുത്തുന്ന ഒരു അസുഖം. മുഹമ്മദ് ആരിഫെ, ഹായ്. അപ്പൊ ചുമ്മാ ഇരുന്നപ്പോ അയ്യോ ഇസ്രായേലിയർ സന്തോഷത്തോടെ ജീവിക്കുന്നു. ഈ മതവിഭാഗത്തിനൊരു പ്രത്യേകതയുണ്ട്. ലോകത്തൊരു മനുഷ്യനും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്നത് ഇവർക്ക് പിടിക്കില്ല. അധ്വാനിച്ച് ജീവിക്കുന്നത് ഇവർക്ക് പിടിക്കില്ല. ഇവരെ പോലെ കൊള്ളയടിയും പെണ്ണുപിടിയും ഒക്കെ ആണെങ്കിൽ ഇവർക്ക് വലിയ സന്തോഷമാണ്, വളരെ സന്തോഷമാണ് ഇവർക്ക്. അവര് സംഗീതവും അവരുടെ ലൈഫ് മെച്ചപ്പെടുത്തുന്ന രൂപത്തിലുള്ള ആസ്വാദനങ്ങളും ഒക്കെയായി മുന്നോട്ട് പോകുമ്പോൾ ഈ കൂട്ടങ്ങൾക്ക് അങ്ങോട്ട് സഹിക്കുന്നില്ല. അങ്ങനെയാണ് ഇവരെ സംഗീതം അനിസ്ലാമികമല്ലേ, ഹറാമല്ലേ, അങ്ങനെ നോക്കുമ്പോൾ ശരി ഇവരെ ഒരു പാഠം പഠിപ്പിച്ചേക്കാം. ഇനി മേലിൽ ഇസ്രായേലിയർ സംഗീതമെന്ന് കേട്ടാൽ പേടിച്ചോടണം. ഇനി ഒരിക്കലും ഇവര് സംഗീതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പാടില്ല. അങ്ങനെ വരുമ്പോ മലക്കുകൾ താങ്ങി നിർത്തപ്പെട്ട സിംഹാസനത്തിൽ ഇരുന്ന് എൻ്റെ അള്ളാഹു എത്രമാത്രം സന്തോഷിക്കുമെന്ന് ഇവർക്ക് ഒരു നിമിഷം തോന്നിപ്പോയി. ബിജു, ഞാൻ സംസാരിക്കുന്നത് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വിഷയമാണ്. ക്യാപ്ഷൻ കണ്ടില്ലേ, ടൈറ്റിൽ കണ്ടില്ലേ? തനിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ വിഷയം കേൾക്കാൻ ഇവിടെ നിൽക്കുക, അല്ലേ? ബൈ ബൈ. അതല്ലാതെ ഞാൻ എന്ത് സംസാരിക്കണം എന്ന് എന്നെ പഠിപ്പിക്കാൻ നിൽക്കല്ലേ. ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള മനുഷ്യാവകാശങ്ങളും സ്വാതന്ത്ര്യവുമുണ്ട്. അവർക്ക് അഭിരുചിക്കിണങ്ങിയ രൂപത്തിൽ വസ്ത്രം ധരിക്കും, അവർക്ക് ഇഷ്ടമുള്ള മേഖല അവർ തിരഞ്ഞെടുക്കും. നമ്മുടെ താല്പര്യങ്ങളും നമ്മുടെ അഭിരുചിയും മറ്റൊരാളുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കരുത്. അത് മൗഢ്യമായ ധാരണയാണ്. നിങ്ങളോടിപ്പം എനിക്ക് പറയാൻ പറ്റുമോ എനിക്കിഷ്ടമുള്ള കാര്യം നിങ്ങൾ ചെയ്താൽ മതിയെന്ന്? എനിക്കിഷ്ടമുള്ളത് നിങ്ങൾ പറഞ്ഞാൽ മതിയെന്ന്? അതുകൊണ്ട് താല്പര്യമുണ്ടോ നിൽക്കുക, അല്ലേ? ബൈ ബൈ. അത്രേ പറയാനുള്ളൂ ആ വിഷയത്തിൽ. അപ്പൊ ഇനി ഒരിക്കലും ആരും സംഗീതം ആസ്വദിക്കരുത് എന്നുള്ളതിന് വേണ്ടി ഒരു മാതൃകാപരമായ ശിക്ഷയാണ് ഹമാസ് ഭീകരർ ലക്ഷ്യം വെച്ചത്. അങ്ങനെ ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറുന്നു. 1400ഓളം ആളുകളെ നിഷ്കരുണം കൊല്ലുന്നു. എന്നിട്ട് 257ഓളം ആളുകളെ പിടിച്ചുകൊണ്ടുവന്ന് ബന്ധികളാക്കുന്നു. കുട്ടികളുടെ കഴുത്തറുക്കുന്നു. അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കുട്ടികളുടെ കഴുത്തറുക്കുകയും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞിട്ട് ജൂത പെണ്ണുങ്ങളെ ബലാത്കാരം ചെയ്യുകയും ചെയ്ത് അത് വീഡിയോ പിടിച്ച് പുറത്ത് ടെലികാസ്റ്റ് ചെയ്ത് എന്തൊക്കെയാണ് അവർ ചെയ്തു കൂട്ടിയത്. ഇതെല്ലാം ജൂതപ്പട ക്ഷമിക്കുമെന്ന് ഇവർ കരുതി. ഇവർ 1400 പേരെ കൊന്നു, 257 പേരെ പിടിച്ച് ബന്ധികളാക്കി. അവര് അതിന്റെ ഇരട്ടി കൊന്നു കഴിഞ്ഞാൽ ജൂതന്മാരുടെ പകയൊന്ന് ഒതുങ്ങുമെന്ന് വിചാരിച്ചു. പക്ഷെ രക്ഷയില്ല. 1 ലക്ഷത്തോളം ആളുകള് ജീവനും മരണത്തിനും ഇടയിലുള്ള പോരാട്ടത്തിലാണ് ഗാസയിൽ. 1 ലക്ഷത്തോളം അടുക്കുന്നു മരണപ്പെട്ട ആളുകളുടെ അംഗസംഖ്യ. യുദ്ധമൊന്ന് നിർത്തണേ നിർത്തണേ, ഒരു കോംപ്രമൈസ് ചർച്ചയ്ക്ക് വരണേ എന്ന് പറഞ്ഞ് ഖത്തറിന്റെയും ഈജിപ്തിന്റെയും അമേരിക്കയുടെയും ഒക്കെ കാല് പിടിച്ചു നടക്കുന്നു ഹമാസ് ഭീകരർ. എന്തേ ഇതുവരെ ഇസ്രായേലിനെ വരുതിയിൽ കൊണ്ടുവരാൻ ഇവർക്ക് കഴിയാത്തത്? ഇവർ കോംപ്രമൈസ് ചർച്ചയ്ക്ക് വെക്കുമ്പോൾ, കോംപ്രമൈസിന് വേണ്ടിയിട്ട് ഒരു ചർച്ച ഇവരുണ്ടാക്കുമ്പോൾ പോലും അതിനകത്ത് ആര് വരണമെന്നും എന്ത് നയം സ്വീകരിക്കണമെന്നും നേരത്തെ തന്നെ പ്രീ പ്ലാൻഡ് ആണ് ജൂതപ്പട. അവര് ലിംഗം കൊണ്ട് ചിന്തിക്കുന്നവരല്ല, അവര് ഭോഗിക്കാൻ വേണ്ടി ജീവിക്കുന്നവരല്ല, ആരാനെ എങ്ങനെ തകർക്കാം എന്ന് ചിന്തിച്ച് നടക്കുന്നവരല്ല, മറ്റുള്ള മതവിശ്വാസികളെ തകർത്ത് ലോകം മുഴുവനും ജൂതന്മാരെ മാത്രം സൃഷ്ടിക്കുന്നതിനു വേണ്ടി ജീവിതം പാഴാക്കി കളയുന്നവരല്ല. അവരിന്നാണ് ജീവിക്കുന്നത്. ഇന്നലെ എന്നത് കഴിഞ്ഞുപോയി, നാളെ എന്നത് വരുമോ ഇല്ലേ എന്ന് അറിയില്ല. ഇതാണ് ജൂതന്മാരുടെ ഒരു നിഗമനം.
അതുകൊണ്ട് ഇന്ന് മനസ്സിന് സംതൃപ്തി തോന്നുന്ന രൂപത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ശരി, നമ്മളായിട്ടൊരു ഉപദ്രവം ഉണ്ടാക്കരുത് എന്ന രൂപത്തിൽ മുന്നോട്ട് പോകുക. അതാണ് അവരുടെ അജണ്ട. മറ്റതങ്ങനെയല്ല. നമ്മളും ജീവിക്കില്ല, മറ്റാരും അത്ര സുഖത്തില് സന്തോഷത്തോടു കൂടി ജീവിക്കണ്ട എന്ന ഒരു തീരുമാനം. ഇതാപത്താണ്. അങ്ങനെ ഇസ്രായേലരോട് യുദ്ധം നിർത്തണേ, വെടിയൊന്ന് അവസാനിപ്പിക്കണേ എന്ന് പറഞ്ഞു കാല് പിടിച്ചിട്ട് ജൂതന്മാർ മൈൻഡ് ചെയ്തില്ല. നിങ്ങളായിട്ട് തുടങ്ങി വെച്ചതല്ലേ, അതിന്റെ പരിണിത ഫലം എന്താണ് എന്ന് നിങ്ങൾ അനുഭവിക്കണം. ഞങ്ങൾക്ക് ഇനി വരുന്ന ജൂത വിഭാഗത്തിനെങ്കിലും സന്തോഷത്തോടെ സമാധാനത്തോടു കൂടി ജീവിക്കണമെങ്കിൽ അവസാനത്തെ ഹമാസ് ഭീകരനെയും തുരത്തിയെങ്കിലേ പറ്റൂ എന്ന യാഥാർത്ഥ്യം ഇസ്രായേൽ ഉൾക്കൊണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് ഇറാനിലെന്നല്ല, ഖത്തറിലെന്നല്ല, തുർക്കിയിലോ ഈജിപ്തിലോ സൗദി അറേബ്യയിലോ എവിടെയായിരുന്നാലും ശരി, ഹമാസ് ഭീകരൻ ഈ ലോകത്തിന്റെ ഏത് കോണിൽ ഒളിച്ചാലും ശരി, ആ ഈറ്റില്ലത്തിനകത്ത് കയറി അവരുടെ തല ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ പറിച്ചെടുക്കാൻ ഇന്ന് ജൂതപ്പട വളരെ അവരുടെ ക്വാളിഫിക്കേഷൻ അവർ തെളിയിച്ചിട്ടുണ്ട്. അവർ വെറുതെ വീരവാദം പറഞ്ഞ് നടക്കുന്നവരല്ല. അവരെന്തിനാണ് ഇത് ചെയ്യുന്നത്? ആ ലക്ഷ്യമാണ് അവരുടെ പ്രധാനം, മാർഗമല്ല. ആരുടെ മുമ്പിലും അവർക്ക് വീറും വാശിയും കാണിച്ച് ഞങ്ങളാണ് കേട്ടോ, ഒരു തെളിവ് പോലും ഇല്ലാതെ അവരെ നശിപ്പിച്ചത്, ഇതൊന്നും അവർക്കത് പറഞ്ഞു നടക്കേണ്ട കാര്യവുമില്ല. എന്നിട്ട് നാളെ ഇതുവരെ ഒരുപാട് ഡിസ്കഷനുകൾ വെച്ചു, രക്ഷയില്ല. ഇപ്പോ കുറച്ച് ബന്ദികളുണ്ട് ഹമാസിന്റെ കയ്യിൽ. അവരിൽ എത്ര പേരാണ് ജീവനോടെ ഉള്ളത് എന്നറിയാൻ കുറേയായി ഇസ്രായേൽ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കും അറിയില്ല എന്നാണ് ഇപ്പോൾ ഹമാസ് പറയുന്നത്. കാരണം ഇവർ പിടിച്ചോണ്ട് പോയി, പക്ഷെ അവർക്കും അറിയില്ല എത്ര ജൂതന്മാരാണിപ്പോൾ ജീവിച്ചിരിക്കുന്നത്. സ്വാഭാവികമാണ്, ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെക്കാൾ ഏറെ ആ ബന്ധികളുടെ ബന്ധുക്കൾക്ക് പ്രധാനം അവരുടെ ബന്ധുക്കളുടെ ജീവൻ തന്നെയായിരിക്കും. അതൊരു പക്ഷെ ഒരു മാനുഷികമായ ചിന്തയാണ്. ഭരണാധികാരികൾക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. അവർക്ക് ഈ രാഷ്ട്രമുണ്ടെങ്കിലേ നമ്മളുള്ളൂ എന്ന യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയാണ് നെതന്യാഹുവും കൂട്ടരും മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ബന്ധികളെ വിട്ടുകിട്ടാൻ വേണ്ടി നെതന്യാഹുവും കൂട്ടരും കഴിവതും പരിശ്രമിക്കുന്നുണ്ട്. ഒന്നും രണ്ടുമൊക്കെയായി അവരുടെ ഈറ്റില്ലങ്ങളിലേക്ക് ഇരച്ചു കയറി ബന്ധികളെ മോചിപ്പിച്ച് നാട്ടിലെത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ ഇസ്രായേലിൽ ബന്ധികളുടെ ബന്ധുക്കൾ വലിയ രൂപത്തിൽ ഒരു പ്രക്ഷോഭം സംഘടിപ്പിച്ചിരിക്കുകയാണിപ്പോൾ. ഇതാ കോപ്പൻഹേഗൻ, ഡെൻമാർക്കിലെ കോപ്പൻഹേഗനിൽ പലസ്തീൻ അനുകൂല പ്രകടനം നടത്തിയിരിക്കുന്നു ഒരു പരിസ്ഥിതി പ്രവർത്തകയായ ഗ്രെറ്റ ത്യൂൻബർഗ്. ചോറിവിടെയും കൂറവിടെയും അവരെ ജൂതപ്പട സെക്കൻഡ് വേഗത്തിൽ പൊക്കിയെടുത്തു. അങ്ങനെ അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗാസയിൽ ഇസ്രായേലിന്റെ കൂട്ടക്കുരുതിക്കെതിരെ എന്ന മുദ്രാവാക്യം മുഴക്കിയിട്ടായിരുന്നു കോപ്പൻഹേഗൻ സർവകലാശാല കവാടത്തിൽ ഇവർ പ്രതിഷേധിച്ചത്. ഇവരുടെ നേതൃത്വത്തിൽ 6 വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു. അവരെ എല്ലാവരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ. സ്റ്റുഡൻസ് എഗെയിൻസ്റ്റ് ഒക്യുപ്പേഷൻ എന്ന സംഘടനയാണ് ഈ പ്രതിഷേധം സംഘടിപ്പിച്ചത്. പോലീസ് സർവകലാശാലയിൽ കടന്ന് വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യുന്ന ചിത്രം ഗ്രെറ്റ തന്നെയാണ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചത്. വിവിധ രാജ്യങ്ങളിൽ ഗ്രെറ്റ വിദ്യാർത്ഥികൾക്കൊപ്പം ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭത്തിൽ പങ്കാളിയായിട്ടുണ്ട് എന്നും ഇപ്പോഴിതാ ഇസ്രായേൽ പുറത്തുവിടുന്ന വാർത്ത. ഏതെങ്കിലും ഒരിടത്ത് ഉറച്ചു നിൽക്കണം. ഇസ്രായേൽ അല്ല വംശഹത്യ ചെയ്യുന്നത്, ഇസ്രായേൽ അല്ല കൂട്ടക്കുരുതി ചെയ്യുന്നത്. ഇസ്രായേലിന് ഇത് നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു സമരം മാത്രമാണ്. ഇസ്രായേലിന് നിലനിന്നേ പറ്റൂ. പക്ഷേ ഗാസയിൽ ഭീകരാക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ? ഇങ്ങോട്ട് ആക്രമിക്കുമ്പോൾ തിരിച്ചാക്രമിക്കാതിരിക്കാൻ ഇസ്രായേലിൽ അവര് വില കൊടുത്ത് വാങ്ങിച്ചിരിക്കുന്ന ആളൊന്നും അല്ലല്ലോ, അവരുടെ ശമ്പളക്കാരുമല്ലല്ലോ. ഇസ്രായേലിന് നിലനിൽക്കണമെങ്കിൽ, പിടിച്ചു നിൽക്കണമെങ്കിൽ യുദ്ധം ചെയ്തേ മതിയാകൂ. വടക്കൻ ഗാസയിലെ ജബാലിയയില് ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ അവിടുത്തെ അഭയകേന്ദ്രമായ സ്കൂളിന് മുന്നിൽ
ഭക്ഷണത്തിന് വരി നിന്ന 8 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അവരിലേക്ക് നുഴഞ്ഞു കയറിയ ഹമാസ് ഭീകരരെ അവർ മാറ്റി നിർത്താൻ തയ്യാറായില്ല. അവരോട് ഷെൽട്ടറിലേക്ക് മാറാൻ പറഞ്ഞപ്പോഴും ഹമാസ് ഭീകരരെ പിന്തുണയ്ക്കാനാണ് അവർ ശ്രമിച്ചത്. ഒന്നുകിൽ ഹമാസ് ഭീകരർ വിചാരിക്കണം നമ്മൾ സ്കൂളിലും നഴ്സറികളിലും യൂണിവേഴ്സിറ്റികളിലും മസ്ജിദുകളിലും അഭയ കേന്ദ്രങ്ങളിലും ഒക്കെ പോയി ഒളിക്കുമ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് പോലും അതൊരു ഭീഷണിയാണ്. അവരുടെ ലക്ഷ്യം നമ്മളാണ്. അതുകൊണ്ട് നമ്മളോടൊപ്പം 100 പേര് കൊല്ലപ്പെട്ടാലും ശരി, നമ്മൾ രക്ഷപ്പെടരുത് എന്നതാണ് അവരുടെ അജണ്ട. അങ്ങനെയാണ് അവിടുത്തെയൊക്കെ സിസ്റ്റം. കോണ്ടിനെന്റൽ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ല? കോണ്ടിനെന്റൽ സിസ്റ്റം. അവിടെ 100 അപരാധികൾ കൊല്ലപ്പെട്ടാലും ശരി, ഒരു അപരാധി രക്ഷപ്പെടരുത്. അതാണ് അവരുടെ അജണ്ട. ഈ അപരാധിക്കൊപ്പം 100 നിരപരാധികൾ കൊല്ലപ്പെട്ടോട്ടെ, സാരമില്ല, എന്നാലും ആ അപരാധി ശിക്ഷിക്കപ്പെടണം, കൊല്ലപ്പെടണം. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. 100 നിരപരാധികൾ അല്ല, 100 അപരാധികൾ രക്ഷപ്പെട്ടാലും 100 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ സിസ്റ്റം. നിരപരാധിക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. പക്ഷെ ആ രക്ഷപ്പെട്ട അപരാധി നമ്മുടെ നാടിനേൽപ്പിക്കുന്ന ആഘാതം വളരെ വലുതായിരിക്കും. അതാണ് ഫോറിൻ കൺട്രീസ് ഒക്കെ മുന്നോട്ട് വെക്കുന്നത്. 100 നിരപരാധികൾ ഇവരോടൊപ്പം കൊല്ലപ്പെടട്ടെ, ഒരു അപരാധി രക്ഷപ്പെടരുത്, അവൻ അപകടകാരിയാണ്. ഈ സിസ്റ്റമാണ് അവർ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് സ്കൂളിലും നഴ്സറികളിലോ അംഗനവാടികളിലോ അതല്ല മോസ്കുകളിലോ ടെന്റുകളിലോ ഷെൽട്ടറുകളിലോ ഒക്കെ നുഴഞ്ഞു കയറുന്ന ഭീകരവാദികളെ കൂടെ തുരത്തുകയാണ് ഇസ്രായേൽ. ഇപ്പൊ പോളിയോ വാക്സിനേഷന്റെ 3ാമത്തെ ദിവസമായ ഇന്നലെ വെടിനിർത്തൽ സമയപരിധി അവസാനിച്ചതിന് തൊട്ടു പിന്നാലെ മധ്യ ഗാസയിൽ ബോംബാക്രമണം പുനരാരംഭിച്ചു എന്നാണ് വാർത്ത. തെക്കൻ ഗാസയിലെ റാഫയില് 4 സ്ത്രീകളും ഗാസ സിറ്റിയിലെ അൽ അഹിലി അറബ് ആശുപത്രിക്ക് സമീപം 8 പേരും കൊല്ലപ്പെട്ടു. ഇതുൾപ്പെടെ 24 മണിക്കൂറിനുള്ളിൽ 33 പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത്. കൊല്ലപ്പെട്ടവരിൽ ഹമാസിന്റെ സീനിയർ കമാൻഡറുമുണ്ട് എന്ന് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നു. ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ 40,819 പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത്. ഇവരെത്ര പേരെയാ കൊന്നത്? 1400 പേരെ. സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റില് 1400 പേരെ കൊന്നു. തിരിച്ചോ 40,819 ജീവനുകൾ അപഹരിക്കുകയും 94,291 പേർ മരണമോ ജീവിതമോ എന്നറിയാതെ മൃതപ്രായരായി കിടക്കുകയും ചെയ്യുമ്പോൾ ഇപ്പോഴും ജൂത പക അവസാനിച്ചിട്ട് കൊടുത്തു വാങ്ങിച്ചതല്ലേ. വെസ്റ്റ് ബാങ്കിലെ തുൽക്കരിമില് 14 വയസ്സുള്ള ആൺകുട്ടിയെയും 16 വയസ്സുള്ള പെൺകുട്ടിയെയും ഈ കൂട്ടത്തിൽ ഇസ്രായേൽ സൈന്യം വെടിവെച്ചു കൊന്നു എന്ന് വാർത്തകൾ വരുന്നു. ജെനിനിലും രൂക്ഷമായ രൂപത്തിൽ ആക്രമണം തുടരുകയാണ്. വടക്കൻ ഗാസയിൽ ഹമാസിന്റെ 1 കിലോമീറ്റർ തുരങ്കം തകർത്തു എന്ന് ഇസ്രായേൽ സേന പറഞ്ഞു. 10 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളിൽ 1/4 ഭാഗത്തോളം പേർക്ക് വാക്സിനേഷൻ പൂർത്തിയാക്കിയതായി ലോകാരോഗ്യ സംഘടനയും വ്യക്തമാക്കി. ആകെ 6,40,000 കുട്ടികൾക്കുള്ള പോളിയോ വാക്സിനേഷനാണ് ലക്ഷ്യമിടുന്നത്. ത്വക്ക് രോഗം ഉൾപ്പെടെ പടർന്ന് ഇസ്രായേലിലെ ജയിലുകളിൽ പലസ്തീൻ തടവുകാരുടെ ദുരിതം വർദ്ധിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഹമാസിന്റെ ബന്ദിയായി ഗാസയിൽ മരിച്ച അലക്സ് ലൊബനോവിന്റെ ഭാര്യ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കാണാൻ വിസമ്മതിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളും മീഡിയകൾ പുറത്തുവിടുന്നുണ്ട്. ഞായറാഴ്ചയാണ് അലക്സ് ഉൾപ്പെടെ 6 പേരുടെ മൃതദേഹം തെക്കൻ ഗാസയിലെ തുരങ്കത്തിൽ നിന്ന് കണ്ടെടുത്തത്. അലക്സിന്റെ ഭാര്യ മിക്കലിനെ കണ്ട് അനുശോചനം അറിയിക്കാൻ നെതന്യാഹു എത്തിയപ്പോൾ അവർ കൂടിക്കാഴ്ചയ്ക്ക് വിസമ്മതിച്ചു. ബന്ധികളെ സുരക്ഷിതരായി തിരികെ എത്തിക്കാൻ ഹമാസുമായി ഉടൻ തന്നെ വെടിനിർത്തൽ സാധ്യമാക്കണമെന്നും ഇനി ബന്ധിമരണങ്ങൾ സംഭവിക്കാതിരിക്കാൻ നെതന്യാഹുവിന് ബാധ്യതയുണ്ടെന്നുമാണ് അവർ ചൂണ്ടിക്കാണിച്ചത്.
ഇനിയെങ്കിലും ഒരു ബന്ധിയുടെ പോലും ജീവൻ പോകാതെ അവരെ തിരികെ ആരോഗ്യവാന്മാരായി സുരക്ഷിതരായി നാട്ടിൽ എത്തിക്കാനുള്ള ബാധ്യത ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ നെതന്യാഹുവിനുണ്ട് എന്ന് ഇസ്രായേലിലെ മുഴുവൻ ജനതയും പറയുന്നു. ഈ സാഹചര്യത്തിൽ ഇസ്രായേലിലേക്കുള്ള ആയുധ കയറ്റുമതി ലൈസൻസുകൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ബ്രിട്ടൻ. 350 ലൈസൻസുകളിൽ 30 എണ്ണം സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങൾ ഇസ്രായേൽ ലംഘിക്കുന്നു എന്ന ആശങ്ക കാരണമാണ് ഈ നടപടിയെന്നാണ് വിദേശകാര്യമന്ത്രി ഡേവിഡ് ലാമി അറിയിച്ചത്. ആയുധ ഉപരോധമല്ല ഈ നടപടിയെന്ന് ഡേവിഡ് ലാമി വ്യക്തമാക്കി. ഗാസയിൽ ഇസ്രായേലും ഹമാസും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഞങ്ങളുടെ നടപടിയെന്നും UK വിദേശകാര്യമന്ത്രി പത്രക്കുറിപ്പിലൂടെ അറിയിക്കുന്നു. സുരക്ഷയ്ക്കു വേണ്ടി ഇസ്രായേലിന് സ്വയം പ്രതിരോധിക്കേണ്ടതുണ്ട് എന്ന് തിരിച്ചറിയുന്നു എന്നും ലാമി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പക്ഷേ ഇസ്രായേൽ അവലംബിക്കുന്ന രീതികളെക്കുറിച്ചും സാധാരണക്കാരുടെ ജീവൻ അപകടത്തിലാക്കുന്നതിനെ കുറിച്ചുമുള്ള റിപ്പോർട്ടുകളിൽ ആശങ്കയുണ്ടെന്നും UK വിദേശകാര്യമന്ത്രി പാർലമെന്റിൽ പറഞ്ഞു. ജൂലൈയിൽ തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി വിജയിച്ചതിന് തൊട്ടു പിന്നാലെ ബ്രിട്ടന്റെ സഖ്യകക്ഷിയായ ഇസ്രായേലിലുള്ള ആയുധ വിൽപ്പന അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുമെന്നാണ് വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയത്. ബ്രിട്ടന്റെ ആയുധ കയറ്റുമതി ഇസ്രായേലിന് ലഭിക്കുന്ന മൊത്തം ആയുധങ്ങളുടെ 1% താഴെയാണെന്നും അതുകൊണ്ട് ഇസ്രായേലിന്റെ സുരക്ഷയെ ബാധിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. സ്വയം പ്രതിരോധത്തിനുള്ള ഇസ്രായേലിന്റെ അവകാശത്തെ ബ്രിട്ടൻ തുടർന്നും പിന്തുണയ്ക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. തീരുമാനം നിരാശാജനകമാണെന്നും ഹമാസിനും ഇറാനിലെ രക്ഷാധികാരികൾക്കും വളരെ പ്രശ്നകരമായ സന്ദേശമാണ് നൽകുന്നതെന്നും ഇസ്രായേൽ വിദേശകാര്യമന്ത്രി കാറ്റ്സ് പ്രതികരിച്ചിട്ടുണ്ട്. ഇതിൽ കഴിഞ്ഞ വർഷം 2023 ഒക്ടോബർ 7-ാം തീയതി തുടങ്ങിയ ഇസ്രായേൽ ഹമാസ് യുദ്ധം 10 മാസം പിന്നിട്ട് 11ാമത്തെ മാസത്തിലേക്ക് കടക്കുമ്പോൾ ഗാസയിൽ നഷ്ടപ്പെട്ടത് 1.5 ലക്ഷത്തോളം വരുന്ന ജീവനുകൾ. ഭൂരിഭാഗവും കുഞ്ഞുങ്ങളും വൃദ്ധരും സ്ത്രീകളും. ആക്രമണത്തിൽ 94,000-ലേക്ക് അടുക്കുന്നു പരിക്കേറ്റ ആളുകൾ. ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം പുറത്തുവിടുന്ന കണക്കാണിത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ അവിശ്വസിക്കേണ്ടതായിട്ട് ഒന്നുമില്ല. ഒരു യുദ്ധം ഒരിക്കലും ഒരു രാജ്യത്തിനും സന്തോഷവും സമാധാനവും നൽകില്ല. 2 രാജ്യങ്ങളിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും, ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും, നാശനഷ്ടങ്ങൾ ഉണ്ടാകും, ജീവഹാനികൾ ഉണ്ടാകും. എന്നാ ഇതേ സമയം ഹമാസ് ബന്ധികളാക്കിയ 6 ഇസ്രായേൽ പൗരന്മാരുടെ മൃതദേഹങ്ങൾ ഗാസയിൽ കണ്ടെത്തിയതിന് പിന്നാലെ കൂടുതൽ ഭീഷണിയുമായി ഹമാസ് നേതാവ് എത്തിയിരിക്കും. ഇസ്രായേലിലെ ബന്ധികളെയാണ് ഇവർ കൊന്നത്. ഇസ്രായേൽ സൈന്യം സമ്മർദ്ദം ചെലുത്തുന്നത് അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ബന്ദികളാക്കിയവരെ ഒന്നൊന്നായി ശവപ്പെട്ടിയിലാക്കി ഇസ്രായേലിലേക്ക് അയക്കുമെന്നാണ് ഭീഷണി. തങ്ങളുടെ ആളുകൾക്ക് ഇതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഹമാസിന്റെ കാസിം അൽ ഖസാം ബ്രിഗേഡ് അതിന്റെ വക്താവായ അബു ഉബൈദിന്റെ ഭീഷണിയാണ് ഇസ്രായേലിൽ എത്തുന്നത്. ഒരു കരാറും കൂടാതെ സൈനിക സമ്മർദ്ദം ചെലുത്തി ബന്ദികളെ മോചിപ്പിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ശ്രമിച്ചാൽ അവരെ ശവപ്പെട്ടിയിലാക്കി തിരിച്ചയക്കുമെന്നാണ് ഹമാസ് ഭീകരന്റെ ഭീഷണി. ബന്ദികളാക്കിയവരെ ജീവനോടെ തിരികെ വേണോ നിങ്ങൾക്ക്? അതോ നിങ്ങൾക്ക് വേണ്ടത് മൃതദേഹങ്ങളാണോ? ഈ കാര്യത്തിൽ ഇനിയെങ്കിലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ശക്തമായ ഒരു തീരുമാനമെടുത്ത് അറിയിക്കണം എന്നാണ് മുന്നറിയിപ്പ്. ബന്ദികളുടെ മരണത്തിന് ഉത്തരവാദികൾ നെതന്യാഹുവും സൈന്യവുമാണെന്ന് ഹമാസ് വക്താവ് ആരോപിക്കുന്നു. ഹമാസ് തുരങ്കങ്ങളിൽ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തിയ 6 ബന്ദികളുടെ തലയ്ക്ക് പിന്നിൽ വെടിയേറ്റതായിട്ടാണ് നെതന്യാഹു സ്ഥിരീകരിച്ചത്. ഓഗസ്റ്റ് 31-ാം തീയതിയാണ് ഗാസയിലെ ഹമാസിന്റെ തുരങ്കങ്ങളിൽ നിന്ന് 6 ബന്ദികളുടെ മൃതദേഹങ്ങൾ ഇസ്രായേൽ കണ്ടെത്തിയത്. സൈനികർ അവിടെ എത്തുന്നതിന് തൊട്ടു മുമ്പ്
ഹമാസ് ബന്ദികളെ ക്രൂരമായി കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ സൈന്യം പറഞ്ഞിരുന്നു. ആ പ്രദേശത്ത് 6 ബന്ദികളുടെ സാന്നിധ്യത്തെക്കുറിച്ച് വിവരം ലഭിച്ചതായി IDF അറിയിച്ചു. ഇക്കാരണത്താൽ സൈന്യം രഹസ്യമായും അതീവ ജാഗ്രതയോടുകൂടിയും കൃത്യമായ രൂപത്തിൽ ഹോംവർക്കും ചെയ്തു തന്നെയാണ് അവിടെ എത്തിയത്. അതിനിടയിൽ ഹമാസിന്റെ ഒരു തുരങ്കം കണ്ടെത്തുന്നു. ആ തുരങ്കത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ബന്ദികളാക്കിയ ആളുകളുടെ മൃതദേഹങ്ങൾ അവിടുന്ന് കണ്ടെടുക്കുന്നത്. 251 ഇസ്രായേൽ പൗരന്മാരെ ഹമാസ് ബന്ദികളാക്കിയിരുന്നു. 257 എന്നും പറയപ്പെടുന്നു. ഇവരില് 97 ആളുകൾ ഇപ്പോഴും ഹമാസിന്റെ തടങ്കലിലാണ്. കഴിഞ്ഞ വർഷം 2023 നവംബറിലാണ് വെടിനിർത്തലിൽ 105 ബന്ദികളെ വിട്ടയച്ചത്. 33 പേര് തടങ്കലിൽ മരിക്കുകയും ചെയ്തു. ഇങ്ങനെ ഹമാസ് ഭീഷണി മുഴക്കുമ്പോൾ ഇസ്രായേൽ ആ ഭീഷണി ഏറ്റെടുക്കുകയാണ്, ആ ചാലഞ്ച് ഏറ്റെടുക്കുകയാണ്. ഏത് രൂപത്തിലാണെങ്കിലും ശരി, യുദ്ധമെങ്കിൽ യുദ്ധം, അതല്ല സമാധാനപരമായ സാഹചര്യത്തിൽ പോകാനാണ് താല്പര്യമെങ്കിൽ അതിനും താല്പര്യം എന്ന രൂപത്തിൽ ഹമാസ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമ്പോൾ 1 ഇഞ്ച് പോലും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ഇസ്രായേൽ സ്വീകരിക്കുന്നത്. കാരണം ഇസ്രായേൽ ബന്ദികളിൽ എത്ര പേരാണ് ഹമാസിന്റെ കൈവശം ജീവനോടെ ഉള്ളത് എന്ന് ഇസ്രായേൽ ചോദിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളോളമായി. ഇതുവരെ ഇസ്രായേലിനെ ഇട്ട് വട്ടം കറക്കിക്കൊണ്ടിരിക്കുകയാണ് ഹമാസ് ഭീകരർ. ഇതുവരെ അതിനെന്തെങ്കിലും ഒരു ഒത്തുതീർപ്പുണ്ടാകുകയോ എത്ര പേര് ജീവിച്ചിരിക്കുകയോ ചെയ്യുന്നു എന്നുള്ള കാര്യം ഇതുവരെ അറിയില്ല. നമുക്കറിയാം, ചില ചിത്രങ്ങൾ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളും പുറത്തുവിട്ടിരുന്നു. ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ ഹമാസിനെ പിന്തുണച്ചുകൊണ്ട് ഒരു ബഹുജന പ്രക്ഷോഭം നടന്നു എന്ന ചിത്രങ്ങൾ സഹിതം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്നു. പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് നമുക്ക് ഇനിയും അറിയില്ല. 20 ലക്ഷത്തോളം ആളുകൾ പിന്തുടർന്ന പലസ്തീൻ ഇന്റർനാഷണൽ ബ്രോഡ്കാസ്റ്റ് എന്ന ഒരു ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ചിത്രം പുറത്തു വരുന്നത്. എന്തോ ആകട്ടെ, ഇപ്പോൾ കേരളത്തിലുള്ള അധികം ആളുകൾക്കും ഹമാസ് ഭീകരരോട് വല്ലാത്ത കൂറുണ്ട് എന്ന് നമുക്കറിയാം. ഈ സാഹചര്യത്തിൽ നമുക്ക് ഇസ്രായേലിനകത്ത് നിന്ന് ജനരോഷം നമുക്ക് മനസ്സിലാകും. ജനങ്ങൾ രോഷാകുലരാകും. കാരണം അവരുടെ ബന്ധുക്കളാണ് ബന്ദികളാക്കപ്പെട്ടത്. ജീവനോടെ തിരിച്ചു വരുമോ ഇല്ലയോ എന്നിവർ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അവരിൽ ഓരോരുത്തരുടെയും മൃതദേഹങ്ങളാണ് ലഭിക്കുന്നത് എന്ന് തിരിച്ചറിയുമ്പോൾ സ്വാഭാവികമായും അവർ പ്രതികൂലമാകും. ഇപ്പോ ബന്ദികളുടെ മോചനത്തിന് കരാറുണ്ടാക്കുന്നതിൽ നെതന്യാഹു സർക്കാർ പരാജയപ്പെട്ടു എന്നാരോപിച്ചാണ് ഇസ്രായേലിൽ ഇപ്പോൾ ജനകീയമായ പ്രക്ഷോഭം നടക്കുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയായ ഹിസ്താഡ്രറ്റ് എന്ന സംഘടനയാണ് ഈ പണിമുടക്ക് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ബാങ്കിങ് മേഖല, വിദ്യാഭ്യാസ മേഖല, ആരോഗ്യം, ഇതുൾപ്പെടെയുള്ള സകലമാന മേഖലകളെയും സ്തംഭിപ്പിച്ചിരിക്കുകയാണ് ഈ സംഘടനയുടെ ഹർത്താൽ പണിമുടക്ക്. പ്രധാനപ്പെട്ട രാജ്യാന്തര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം 2 മണിക്കൂറോളം തടസ്സപ്പെട്ടു. ഗാസ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ഇസ്രായേലിൽ ഈ രൂപത്തിൽ ഒരു പ്രക്ഷോഭവും പണിമുടക്കും എയർപോർട്ടുകൾ വരെ ബഹിഷ്കരിക്കുന്ന രൂപത്തിലേക്കും ജനങ്ങൾ അക്ഷമരായി മുന്നോട്ട് പോകുന്നത്. റാഫയിലെ തുരങ്കത്തിൽ നിന്ന് 6 ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തതിന് പിന്നാലെയാണ് ഞായറാഴ്ച വൈകിട്ട് 10,000 ആളുകൾ നെതന്യാഹുവിനെതിരെ തെരുവിലിറങ്ങിയത്. ഇന്നലെ സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യാലയങ്ങൾക്കും പുറമെ വലിയ തോതിലുള്ള മാളുകളും അടച്ചിട്ടു. ജെറുസലേം അടക്കം ചില മേഖലകളെ പണിമുടക്ക് ബാധിച്ചിട്ടില്ല. പണിമുടക്ക് നിയമവിരുദ്ധമാണ് എന്ന് ലേബർ കോടതി ഉത്തരവിട്ടു. പണിമുടക്ക് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന രൂപത്തിൽ സർക്കാർ നിലപാട് ശരിവെക്കുകയാണ് കോടതി ചെയ്തത്. ഒക്ടോബർ 7-ാം തീയതി
ഹമാസ് തെക്കൻ ഇസ്രായേലിൽ നിന്ന് 250 പേരെ 250, 257, 251 എന്ന് പറയപ്പെടുന്ന ഇത്രയും ആളുകളെയാണ് ബന്ധികളാക്കിയത്. ഇതിൽ നവംബറിൽ വെടിനിർത്തൽ കരാർ പ്രകാരം 100-ലേറെ പേരെ വിട്ടയച്ചു. 35 പേര് തടവിലും മരിച്ചു. 8 പേരെ ഇസ്രായേൽ സൈന്യം മോചിപ്പിച്ചു. ശേഷിക്കുന്നവരെ തിരിച്ചെത്തിക്കാനാണ് ഹമാസുമായിട്ട് വെടിനിർത്തൽ വേണമെന്ന ആവശ്യം ഉന്നയിക്കുന്നത്. കഴിഞ്ഞ മാസങ്ങളിൽ വെടിനിർത്തൽ കരാറിനു വേണ്ടി നടത്തിയ ചർച്ചകളെല്ലാം പരാജയപ്പെട്ടിരുന്നു. ഗാസയിലെ അഭയകേന്ദ്രമായ സ്കൂളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 11 പേരും ദെയ്ർ അൽ ബലാഹിൽ കാർ യാത്രക്കാരായ 4 പേരും കൊല്ലപ്പെട്ടു. വെസ്റ്റ് ബാങ്കിലെ ജനീൻ അഭയാർത്ഥി ക്യാമ്പിലെ സൈനിക നടപടി 7ാം ദിവസത്തിലേക്ക് കടക്കുന്നു. മേഖലയിൽ ഭക്ഷണവും വെള്ളവും വൈദ്യുതിയും ഇല്ലാത്ത ഒരു അവസ്ഥയാണുള്ളത്. കൊല്ലപ്പെട്ടവരും പരിക്കേറ്റ ആളുകളുടെയും എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുമ്പോൾ സർക്കാരിനെതിരെ മാത്രമേ ജനങ്ങൾക്ക് പ്രക്ഷോഭം സംഘടിപ്പിക്കാനും പ്രതികരിക്കാനും സാധിക്കൂ. പ്രതികരിക്കുന്ന ആളുകളെയൊക്കെ ചുട്ടുകൊല്ലാനും പ്രതികരിക്കുന്നവരെയൊക്കെ പിടിച്ച് ജയിലിൽ അടയ്ക്കാനും അത് ഇറാനല്ല, ഇസ്രായേലാണ്. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങളെയും മാനിച്ചു കൊടുക്കുന്ന ഒരു സർക്കാരാണ് ഇവരെ ഭരിക്കുന്നത്. നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാജ്യം പ്രധാനമാണ്. ഈ 100ഓളം ബന്ധികളുടെ പിന്നാലെ ഇസ്രായേൽ പോയാൽ അവരുടെ ജീവൻ ഇസ്രായേലിന് പ്രധാനപ്പെട്ടതാണ്, വേണ്ടെന്നല്ല. ആ ജീവനുകൾ അവരുടെ പിന്നാലെ ശരി അവരെ വിട്ടുകിട്ടിയാൽ വെടിനിർത്താം എന്നുള്ള ഒരു വിട്ടുവീഴ്ച മനസ്ഥിതിയിലേക്ക് ഇസ്രായേൽ മാറിയാൽ ആ സമയത്ത് ഇറാൻ തിരിച്ചടിക്കും. യുദ്ധ പാരമ്പര്യം വളരെ നന്നായി വഴങ്ങുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിന് അതറിയാം. അതുകൊണ്ടാണ് നെതന്യാഹു ശക്തമായ രൂപത്തിൽ പിടിച്ചു നിൽക്കുന്നത്. ഒരു പ്രകോപനവുമില്ലാതെ വെടിനിർത്തൽ ചർച്ചയ്ക്ക് ഇരിക്കാതെ ഹമാസിന്റെ മുമ്പിൽ തല കുനിക്കാതെ തന്നെ ബന്ധികൾ എവിടെയുണ്ട് എന്നറിയാനുള്ള മൊസാദിന്റെയും IDF-ന്റെയും നീക്കം ഏതാണ്ട് ഫലപ്രാപ്തിയിലെത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സിറിയയുടെയും ഇറാഖിന്റെയും ഇറാന്റെയും ഒക്കെ കൂട്ടുപിടിച്ച് ഹമാസ് ഭീകരർ ഇസ്രായേലിനെ അങ്ങ് മൂത്രമൊഴിച്ച് ഒലിപ്പിച്ച് കളയാമെന്ന് വിചാരിച്ചാൽ ഇസ്രായേൽ ഉറച്ചു തന്നെ നിൽക്കും. ഈ 100 ബന്ധികൾക്കു വേണ്ടി ഒരു രാഷ്ട്രത്തെയും ഒരു മതവിഭാഗത്തെയും മുഴുവനും തകർക്കാനാണ് ഇറാനും ഹമാസും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ലബനനിൽ നിന്ന് ഹിസ്ബുള്ള ആക്രമിക്കുന്നു. യമനിൽ നിന്ന് ഹൂതികൾ ചെങ്കടലിനെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഇറാൻ ആണെങ്കിൽ പിന്നിൽ നിന്ന് ഇവർക്ക് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത്തരം സാഹചര്യത്തിൽ ഇസ്രായേൽ തിരിച്ചടിക്കണ്ടേ? ഇസ്രായേലിന് പ്രതിരോധിക്കാനുള്ള എല്ലാ അവകാശങ്ങളുമുണ്ട്. അതൊരു സ്വതന്ത്ര പരമാധികാര ജനാധിപത്യ രാജ്യമാണ്. അതുകൊണ്ട് അവരെ ഇങ്ങോട്ട് ആക്രമിച്ചാൽ അവർക്ക് മുമ്പിൽ തൊഴുതു വണങ്ങി നിൽക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ യുദ്ധം നിർത്തണം, വെടിനിർത്തണം എന്ന് പറഞ്ഞ് താണ് കേണ് സറണ്ടറായി മുന്നോട്ട് വരുന്നത് അത്രയും ഹമാസ് ഭീകരരാണ്. ഈ ഹമാസ് ഭീകരരുടെ ഒരു കാര്യങ്ങളും താല്പര്യപ്പെട്ടു കൊടുക്കാൻ, അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ, അവരുടെ കരാറുകൾ അംഗീകരിച്ചു കൊടുക്കാൻ ജൂതപ്പട തയ്യാറല്ല. അവർ ഉറച്ചു തന്നെ നിൽക്കുന്നു. കാരണം അവർക്ക് നിലനിന്നേ മതിയാകും. ഇവരെ പോലെ 6ാം നൂറ്റാണ്ടിന്റെ പുസ്തകം ഒരു കയ്യിലും ഒരു കയ്യിൽ ആയുധവും നാവിൻ തുമ്പിൽ അല്ലാഹു അക്ബറും ഉദ്ധരിച്ച ലിംഗവുമായി ഇറങ്ങി പുറപ്പെടുന്ന ആളുകളല്ല അവര്, തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്നവർ. അതുകൊണ്ട് ഹമാസ് ഭീകരർ ഇനി ഇസ്രായേലിനെ ആക്രമിക്കാതിരിക്കണമെങ്കിൽ, ഇസ്രായേലിന് ഇനിയെങ്കിലും മനസമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ ഹമാസ് ഭീകരന്മാരിൽ മുഴുവൻ ആളുകളുടെയും തല കൂട്ടിയിട്ട് കത്തിച്ചേ മതിയാകൂ എന്നുള്ള നിഗമനത്തിലാണ് ഇസ്രായേൽ ഉള്ളത്. എല്ലാ ലോകരാജ്യങ്ങളും ഇസ്രായേലിനോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. കാരണം അവർ മനുഷ്യത്വ പക്ഷത്താണ് നിൽക്കുന്നത്, മനുഷ്യപക്ഷത്താണ് നിൽക്കുന്നത്, മാനവികതയുടെ പക്ഷത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവർ വിജയിക്കുക തന്നെ ചെയ്യും. ഓക്കെ, നന്ദി.
ഫിയറി ഫൈറ്റ്, തുപ്പിയ ഹലാൽ ഫുഡൊക്കെ ബഹിഷ്കരിച്ചാൽ നമുക്ക് കൊള്ളാം, ആരോഗ്യത്തോടെ ഇരിക്കാം ഇനിയും ശേഷിക്കുന്ന കാലമെങ്കിലും. കിതാബാണല്ലോ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അയ്യോ, ഫിയർ ഫൈറ്റ്, സ്ത്രീകളോട് മാന്യമായി സംസാരിക്കണമെന്നൊന്നും ഇവരോട് പറയല്ലേ, ഇവർക്കതൊന്നും ശീലമില്ല. പ്രവാചകൻ പോലും ഒരു പെണ്ണിനെ ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ ഒരു കളി തരുമോ കരളേ എന്ന് ചോദിച്ച പുസ്തകമാണ് ഇവർ പഠിക്കുന്നത്. അതുകൊണ്ട് ഇവരോട് അങ്ങനെയൊന്നും പറയല്ലേ. ഇവർ ഫേക്ക് ഐ ഡിയിൽ കയറി വരും, ക്രിസ്ത്യൻ നാമത്തിൽ, എല്ലാം ഇവരുടെ ലക്ഷ്യം അത് തന്നെയാണ്. സാരമില്ല, ആ പുസ്തകത്തിൻ്റെ ബേസും ആ ഒരു കാമദേവൻ എന്ന് പറഞ്ഞ വേറൊരു മതവിഭാഗത്തിൻ്റെ ആയിപ്പോകുമല്ലേ, വേണ്ട, ഒരു കാമഭ്രാന്തൻ പഠിപ്പിച്ച ആശയങ്ങളും ഒക്കെയല്ലേ. അതുകൊണ്ട് സാധാരണ അങ്ങനെ തന്നെയാണ്. ഓക്കെ, അവരുടെ ലക്ഷ്യം അത് തന്നെയാണ്, അവരതുമായിട്ട് മുന്നോട്ട് പോകട്ടെ. അവർക്ക് ഇവിടെയും അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ചത്ത് അവിടെ എത്തിയാലും അവിടെയും ഭോഗേന ശാന്തി പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് അവരെ തിരുത്താൻ നമുക്ക് പറ്റില്ല. ഒരു കാര്യം നമുക്ക് പറ്റും, ഇവരുടെ കൾച്ചർ എന്താണ് എന്ന് തലയ്ക്ക് സ്ഥിരതയുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ നമുക്ക് പറ്റും. ഇവർ ഈ രൂപത്തിലെ ചിന്തിക്കൂ എന്ന് മനസ്സിലാക്കിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും ഇവരുടെ ഇത്തരം കൾച്ചർ. ഓക്കെ, അപ്പോൾ നന്ദി, നമുക്കിനി പിന്നെ കാണാം.